ഒരാഴ്ചയായിട്ട് ഞങ്ങൾക്ക് കല്യാണത്തിരക്കോട് കല്യാണത്തിരക്ക്. ഞാൻ പറഞ്ഞ പോലെ ജനുവരി തുടങ്ങിയ പിന്നെ കല്യാണമാണ്. പിന്നെ ഒരു രസമാണല്ലോ നമ്മളെ ഫാമിലിയിൽ എല്ലാവരും കൂടെ ഒത്തുകൂടി ഒരു കല്യാണത്തിന് പോവാന്ന് പറയുന്നതില്ലേ. അപ്പോൾ ഏട്ടൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കല്യാണത്തിന് പോവാണ്. അപ്പോൾ ഇതാ പെണ്ണിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. കൊയിലാണ്ടിയിലാണ്, ഒരു ബീച്ച് സൈഡാണ് കേട്ടോ പെണ്ണിൻ്റെ വീട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ എത്തിയിട്ടോ, എല്ലാവരും മുല്ലപ്പൂ ഒക്കെ വെച്ച് സുന്ദരികളായിട്ട് വന്നതാണ്. അങ്ങനെ ഇതാ കല്യാണ പെണ്ണും ചെക്കനും വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. അവിടെ എത്തിയപ്പോൾ തന്നെ അവരൊരു ഗ്ലാസ് വെള്ളമൊക്കെ തന്നു കേട്ടോ. ഈ ചൂടിന് ഭയങ്കര ആശ്വാസം ഉണ്ടായിരുന്നല്ലോ, തണുത്ത ലൈം അങ്ങോട്ട് എത്തിയപ്പം. അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് പിന്നെ പെണ്ണിൻ്റെ വരവിനായി കാത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ പെണ്ണും എത്തിയിട്ടുണ്ടായിരുന്നു സ്റ്റേജിലേക്ക്. അങ്ങനെ പെണ്ണിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു. നല്ല സുന്ദരി ചേച്ചിയാണ്. അങ്ങനെ എല്ലാം നോക്കി പിന്നെ നേരെ കടമ നമ്മുടെ ഫുഡ് കഴിക്കലാണല്ലോ. ഒരുപാട് നാളായി നല്ലൊരു സദ്യ കഴിച്ചിട്ട് കേട്ടോ. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു അടിപൊളി സദ്യ കഴിക്കാനായി, അടിപൊളി പായസം എല്ലാം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചു കേട്ടോ. ഭരത്തുമ്പം കുറച്ചേ കഴിച്ചുള്ളൂ. പിന്നെ അവനെ ഏട്ടനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. അവൻ കുറച്ച് കഴിച്ചതുകൊണ്ട് തന്നെ അവൻ പായസം കൊണ്ട് മുങ്ങിയിട്ടുണ്ടായിരുന്നു. അവന് പായസം മാത്രം മതി എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ അടിപൊളി പായസമൊക്കെ കുടിച്ചിട്ട് പിന്നെ ചോറുന്ന് കഴിഞ്ഞ് നമുക്ക് കുറച്ച് റെസ്റ്റ് ആവശ്യമാണല്ലോ. അപ്പുറത്തെ സൈഡിൽ ഞങ്ങളൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ പോയി ഇതാ നല്ല കാറ്റും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബീച്ച് സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. തിരക്കുന്നൊന്ന് മാറിയപ്പോൾ തന്നെ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. സാരി മുല്ലപ്പൂ എല്ലാം കൂടെ ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കാറ്റ് കിട്ടിയപ്പോൾ നല്ല സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ. അവസാനം ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പോൾ എനിക്ക് ഇത്രയും നേരം ക്യാമറാമാൻ ഇതാണ്.